ചെളി പോയി ഗൈസ്. എത്രയാണോ അത്ര നമ്മളിപ്പോ വണ്ടി നമ്മൾ തുടങ്ങും. സോ ഗൈസ് അടുത്ത ലോഡ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെറുവണ്ടിയിൽ ലോഡ് കയറ്റിക്കൊണ്ടുവരും. എന്നിട്ടാണ് നമ്മുടെ വണ്ടിയിലേക്ക് ഇത് ലോഡ് ചെയ്യണത്. 2-3 ട്രിപ്പും കൂടി ഇങ്ങനെ വരും. ചെറുവണ്ടിയിൽ കൊണ്ടുവരും, എന്നിട്ട് ഇതിൽ കയറ്റും. ഒരു പറയണ്ട പേരെന്താണ്? സർഫുദ്ദീൻ. വീട് ഇവിടെ തന്നെ. ഇവിടെ അടുത്തുനിന്ന് പുലി ഇറങ്ങി സൗറണ്ടായിരുന്നല്ലോ. പിടിച്ചത് കടുവേനെ പിടിച്ച്. ചത്തു പോകാറില്ല. ശരിയല്ലേ? വേറെ ആൾക്ക് ഗ്യാരണ്ടി ഉണ്ട്. അവന് പനി പിടിച്ചിട്ട് അവനക്ക് কোনো ആക്സിഡന്റ് ആവില്ല. কিন্তু വണ്ടിക്ക് ഡ്രൈവർക്ക് എല്ലാ ടൈം ഭയങ്കര റിസ്ക് ഉണ്ട്. വണ്ടി ഓടിക്കുന്ന ടൈമില് എല്ലാ ടൈം റിസ്ക് ഇല്ലേ റോഡില്. ഞാൻ നേരെ വണ്ടി എടുക്കാം, വേറെ ആളുടെ എടുക്കാമില്ല. മനസ്സിലായി? എവിടെ തള്ളി വെച്ചിട്ട് ആൾക്കാർ ഡ്രൈവർമാര് ചത്തുപോയി. എങ്ങനെ വണ്ടി ഇടിച്ചു എല്ലാ സ്ഥലത്തും വെച്ച് ഡ്രൈവർമാര് ചത്തുപോയി. എല്ലാ സ്ഥലത്തും അവിടെ കേരളത്തിന് ഡ്രൈവർ പോയില്ല. എത്ര ഡ്രൈവർ പോയിട്ടുണ്ട്. ഡ്രൈവർക്കൊന്നും ഗ്യാരണ്ടി ഇല്ല. ആള് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കട്ടയിലൊക്കെ ഡ്രൈവർമാർക്ക് എത്ര 10,000 രൂപ ഉള്ളൂ എന്നുള്ളത്. നമ്മുടെ ചെളി പോയി ഗൈസ്. നമ്മുടെ ചങ്ങാതിയുടെ ലൈലാൻഡ് വണ്ടി കാണാൻ വന്നേക്കും. ആളിന് വണ്ടി ലൈലാൻഡ് 13 ടണ്ണ് കയറ്റാനാ പറയണത്. ഇതില് 17-18 ടണ്ണ് കയറ്റും. ഹൈഗീർക്കാണ് ഇട്ടാ പിന്നെ എന്തിനോ ഇത് ടോപ്പ് ഉണ്ടാവുള്ളൂ. ഒരു സ്പെഷ്യൽ ഗിയർ ഉണ്ട്. ഫസ്റ്റ് ഗിയർ പറയും, പക്ഷെ നമ്മള് ഇതാണ് നമ്മള് സെക്കൻഡ് ഫസ്റ്റ് കിട്ടെടുക്കല്. ലോഡില് മാത്രമേ ഈ ഗിയർ ഇടുള്ളൂ. കാല കരുതി തന്നെ ഇട്ട് പോകാം. ഇല്ല, ഒരു ഓണുണ്ട്. സിംഗിളേ ഉള്ളൂ. എയറോണില്ല. എയറോണ് നമ്മളെ നാട്ടിൽ കൂടെ വല്ല അടിക്കാൻ പറ്റൂലല്ലോ. പുറത്തുനിന്ന് എവിടെ പോക്കിക്കൊണ്ടു പോകും. ഇല്ല, കൊട്ടയാടുള്ളൂ. ക്യാബിന് വല്ല കുലുങ്ങൂല. അത് ഓരോ മോഡൽ അനുസരിച്ചാണ്. ഇത് 2012 മോഡലാണ്. ഇത് ഈ സാധനം അടിക്കും. ഇതില്ലെങ്കിൽ അടിച്ചിങ്ങനെ കയറും. മെയിൻ്റെനൻസ് പറഞ്ഞാല് നമ്മള് മോഡൽ അനുസരിച്ചുള്ള വണ്ടിക്ക് മെയിൻ്റെനൻസ് കൂടുതല്. പഴയ വണ്ടിക്കൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മള് കൊണ്ടിറക്കണ മാതിരി ഉണ്ടാവും ഏത് വണ്ടി. ന്യൂട്രൽ നമ്മളെ നാട്ടിൽ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. പുറത്തുകൂടെ പോകുമ്പോ അടിക്കാന്നല്ലാതെ നമ്മളെ നാട്ടിൽ അടിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ റോഡെന്താ വെറുതെ ടോള് കൊടുത്താണ്ട് ഇല്ല കുണ്ടും കുഴിയും ചാടിച്ച് നമ്മുടെ ടയറൊക്കെ പോകും. ഓൽക്കൊന്നും അറിയണ്ട. എന്നാ MVD-ക്കാര് ആദ്യക്കാര് പിടിച്ചാല് അപ്പോഴും പൈസ നമ്മളിന്ന് പോകും. നമ്മളെ റിസ്ക് എടുക്കണത് നമ്മക്കറിയുള്ളൂ. എന്നാ വണ്ടി പ്രശ്നം ഇല്ലെങ്കിൽ ഈ നാട് തന്നെ അല്ല. അവിടെ നിന്ന് എത്തിക്കണമെങ്കിൽ വണ്ടിക്കാരന്നെ വേണം. വണ്ടിക്കാര് എവിടെയെങ്കിലും ലോഡ് ഇറക്കി കഴിഞ്ഞാല് എന്താ ഒരു വണ്ടി ലോഡ് വിളിച്ചാല് അത് ഇറക്കി തരിക. വാടക പിരിക്കാവില്ല. അത് കയറ്റി കഴിഞ്ഞാൽ കയറ്റി കാശ് ഇറക്ക് കാശ് അതൊക്കെ നമ്മളെ കയ്യിൽ. ഇവിടെ ഞങ്ങളെ കൊപ്പറ ഇറങ്ങിയപ്പോ 200 ഇറക്കാശ് കൊടുക്കണം. നമ്മക്കറിയും ചായ പൈസ തരൂല്ല. നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. നമുക്ക് കുറച്ച് കിട്ടുള്ളൂ. നമ്മള് ചായ പൈസ അങ്ങോട്ട് കൊടുക്കണം. നമുക്കൊന്നും നമ്മളെന്തെങ്കിലും കഴിച്ചോന്ന് ആരും ചോദിക്കില്ല. അതാണ്, അങ്ങോട്ട് തന്നെ കൊടുക്കണം. ഇതിൽ പോയാൽ കുറെ പൈസ ഉണ്ടാവുന്നില്ല. നമ്മളന്ന് തന്നെ ചെലവുകളും കാര്യങ്ങളും നടന്നു പോകും. ഫുഡ് ചെലവ് ചെയ്യും. പിന്നെ ഇതിന് പറഞ്ഞ കാര്യമായിട്ട് ഭക്ഷണം ഉണ്ടാവില്ല. നമുക്ക് ഉറക്കണ്ടാവില്ല. ഉറക്കല്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ പോയി കഴിഞ്ഞാല് വീടില്ല, നാടില്ല. ഞാനൊക്കെ പോയ 2 ആഴ്ച കഴിഞ്ഞു. ഞാൻ വിജയവാഡൊക്കെ പോയ ടൈമില് 2 ആഴ്ച കഴിഞ്ഞു. അവിടുന്ന് വിശാഖപട്ടണത്തേക്ക് പോയി, കാലി പോയി. എറണാകുളത്തേക്കില്ലേ ചെടി കയറ്റി. കോയമ്പത്തൂരും എറണാകുളം 2 ഡെലിവറി.
തെലുങ്കാന ഉണ്ട് മുട്ട എടുക്കാൻ എക്സ്പ്രസ് ആലുവല്ല മാർക്കറ്റിലെ വണ്ടിയുണ്ട് തെലുങ്കാനായിട്ട് മുട്ട എടുത്തിട്ട് വന്നു. ചൂടാണ്, ഭയങ്കര ചൂടാ. നമ്മളെ ഈ നാട്ടിൽ നിൽക്കണമല്ല, ആന്ധ്രയിൽ പ്രത്യേക ചൂടാ. പോയി നോക്കി നിങ്ങൾ കണ്ടല്ലേ, പോയൊക്കെ തന്നെ മനസ്സിലാവും. നമ്മള് ഭാരത മനസ്സിൽ തന്നെ പോയത്. പക്ഷെ നമ്മളില്ല എണ്ണ പിടിച്ച് പോകും. നമ്മളെന്താ മര്യാദക്ക് എത്രയാണോ അത്ര നമ്മളപ്പം വണ്ടി നമ്മൾ തുടക്കും. വണ്ടി കൈ വിടൂല. നമ്മളെന്തെങ്കിലും പറ്റാത്ത കാട്ടി കഴിഞ്ഞാല് വണ്ടി നമ്മൾ ചലിക്കും. വേറെ കട്ടൻസ് ആയിട്ട് ടൈമിന് വരും പൊട്ടലായിരുന്നു ഓവർലോഡ് ആയിട്ട്. കാരണം ഓവർലോഡ് കയറ്റാൻ നമുക്ക് പൈസ അല്ല. എന്നാ MVD-കാർ പിടിച്ചാൽ 10,000 രൂപ ഫസ്റ്റ് ഫൈന്. 10ന്റെ അടിക്ക് പോകൂല. ഞങ്ങൾ ഈ ടയർ ഓടിക്കുന്നത് കില്ലർ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരനായി ഇത് ഓടിക്കുന്നത് ഞാനും മാറി പറയാം. അവൻ വിറകേറ്റി പോയിരുന്നു, കല്ലുമുകേറ്റി 2 ടയർ പൊട്ടിപ്പോയി. രാത്രി വീണ്ടെടുത്തായോണ്ട് വണ്ടികളൊക്കെ 2 ടയർ മേടിച്ചിട്ട് പുത്തൻ ടയർ മേടിച്ചിട്ട് എക്സ് വണ്ടിക്കാരൊക്കെ കയറ്റി പോകണ്ടില്ലേ? എക്സ് വണ്ടിയൊക്കെ ഭയങ്കര കയറ്റക്കാരാണ്. ഓരോ നല്ല റബ്ബർ കൂടിയും കൂടെയൊക്കെ ഓര് കൊണ്ടുപോകും ചെയ്യും. കയറി പോയിക്കോളും. ഇതിപ്പോ നിങ്ങൾ എവിടെ പോയി വളച്ചു വന്നപ്പോ? ഇതിപ്പോ താഴത്ത് പോയി വിളിച്ചു. ആ ചെറിയ വഴിയില്ലേ ഇവിടെ റിവേഴ്സ് ആയില്ലേ? ഇവിടെ റിവേഴ്സ് കയറില്ല, അവിടെ അങ്ങനെ തിരഞ്ഞു കറങ്ങുകയാണ്. താഴ്ത്തിക്ക് നമ്മ കയറ്റില്ലേ മലപ്പുറത്ത്? രണ്ട് ചേട്ടന്മാര് ബസ് കിട്ടല്ലേ പാദയാത്രി, എന്തുകൊണ്ടായി കൊടുത്ത് പോണ വഴി. അത് നമ്മള് ചിലപ്പോ ഇതേമാതിരി കുടി നിൽക്കുമ്പോ ആരെങ്കിലും ഒക്കെ ആള് ചിലപ്പോ ഒരാൾക്ക് ഉപകാരം ചെയ്തിട്ട് ആളുന്ന ചിലപ്പോ നമുക്ക് കിട്ടാം. വേറെ ആരെങ്കിലും നമ്മളതേപോലെ നിൽക്കൂലെന്നിപ്പോ ഉറപ്പില്ലല്ലോ. അല്ല വേറെ ലോഡ് പായട്ടുമ്പോ നിങ്ങൾ പായട്ടും ഞാൻ കേട്ടില്ലേ? പൈസ കൊടുത്തിട്ടില്ല. നമ്മള് രണ്ടാളല്ലേ? ഞങ്ങൾ പൈസ കൊടുത്തിട്ടില്ല. വലിച്ചാ കിട്ടില്ല. എന്താ ടൈറ്റാവില്ല വലിച്ചിട്ട് അത് കയറി നിന്നാണ്ട് മേളിൽ ഇങ്ങനെ അങ്ങനെ ഇതാക്കി പിടിച്ചാ മതി. വലിച്ചിട്ട് കിട്ടല്ലേ ടൈറ്റാവില്ല. കെട്ടുമ്പോ ലൂസം അപ്പൊ പൈസ കൊടുത്തിട്ടില്ല. ഇന്നലെ കെട്ടാശ് പറഞ്ഞാൽ 500 മേടിച്ചു. 500? എവിടെ? തമിഴ്നാട്ടിൽ നിന്ന്. അത്ര നേരം 500 കൊടുക്കല്, സാധാരണ 350 റുപ്യ കൊടുക്കല്. 300 200 കൊടുക്കാറുള്ളൂ. 500 മേടിച്ചത് 500 റുപ്യ. അത് അണ്ണന്മാരെ സ്വഭാവമാണ്. അവൾക്ക് കാശ് കിട്ടിയാല് മതിയാവൂല. ഫുഡ് കഴിക്കാമല്ലോ? ഉച്ചത്തെ ഫുഡ് ഉണ്ട്. ഇപ്പോൾ ഉച്ചത്തെ ഫുഡ് ഇവിടെ തന്നെ ഉണ്ട്. ഇനി അത് കഴിക്കാൻ വേണ്ടി പോവാം. അപ്പോഴേക്കും ചേട്ടന്മാർ ഇവിടെ ലോഡ് വണ്ടിയിലേക്ക് കയറ്റും. ഏകദേശം എത്ര നേരം എടുക്കും? ആദ്യം വന്ന വണ്ടി ലോഡ് കയറ്റി ഒരു ദിവസം കഴിയാറായിട്ടുണ്ട്. ഉച്ചത്തെ ഫുഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചേച്ചി കറി? മീനാ? ആ ചാളക്കറി. അന്നേ നീ മീൻ കഴിക്കില്ലേ? അങ്ങനെ കിട്ടത്. പിന്നെ എന്തിട്ട് വെളുത്തത്? കൂണല്ലേ? വാങ്ങിയ കൂൺ കൊണ്ടാട്ടം. ഈ ചേച്ചി ഉണ്ടോ ഫുഡൊക്കെ വെച്ച് തന്നത്? ഇല്ല, ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുക. ചാളക്കറി, ചോറും ഒലത്തും പിന്നെ കൊണ്ടാട്ടവും. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇനി നേരെ വണ്ടി പോവുക, കിടന്നുറങ്ങുക. മില്ലും കാര്യങ്ങളൊക്കെ ഇതുണ്ട്. മില്ലിൽ ഇന്ന് പണി ഇറക്കണില്ല. ഫുൾ വിറക് കയറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മ വന്ന വഴിക്ക് ടയറിനൊരു ചെറിയ സീൻ കിട്ടി. ടയർ മാറാൻ നിർത്തി. മറ്റേ തൃശ്ശൂർ അല്ല ഇവിടെ ചാലക്കുടിയിൽ നമ്മൾ ടയർ മാറാൻ നിർത്തി. അവിടെ ടയറൊക്കെ മാറിയിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ എത്തേണ്ടതാണ്. ഇപ്പം 4 മണിക്ക് എത്തിയേ. നേരെ പമ്പി കയറ്റി കിടന്നു ഉറങ്ങി. ഇപ്പം രാവിലെ ആയപ്പോൾ ഇറക്കണ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ലോട്ടറി എടുക്കണം. വീട്ടിൽ കുറേ നാളത്തെ ആഗ്രഹമോ BM എടുക്കണമെന്ന്. അപ്പോൾ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഒരു ലോട്ടറി എടുക്കണം. അടിക്കൂല, അടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എടുക്കണത്. അല്ലെങ്കിൽ അടിക്കാതിരിക്കാൻ ആരും ലോട്ടറി എടുക്കില്ലല്ലോ. നീ എടുക്കും അടിക്കാതിരിക്കാൻ ലോട്ടറി? അടിക്കുമെന്ന് വിചാരിച്ച് അടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോട്ടറി ഒക്കെ എടുക്കണേ. അപ്പം അങ്ങനെ ഒരു ലോട്ടറി എടുക്കണം. പപ്പ പറഞ്ഞാണ് ലംബോർഗിനി വാങ്ങിത്തരാൻ. പിന്നെ വേണ്ട, അത് ഇവിടെ ഹമ്പൊന്നും ചാടാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനും വിചാരിച്ച് ഞാൻ എൻ്റെ ലോട്ടറി അടിച്ച കാശിന് എടുക്കാമെന്ന് വിചാരിച്ച്. ഇതുവരെ സ്ഥലം ഇനി ഒരു 3 കിലോമീറ്ററും കൂടി ഉണ്ട് എത്താൻ. 3 കിലോമീറ്റർ
അത് നമ്മുടെ സ്ഥല ഡെസ്റ്റിനേഷനായി. ഇവിടുന്ന് ലോഡ് ഇറക്കിയിട്ട് നമ്മൾ നേരെ വണ്ടി പെരുമ്പാവൂർ കൊണ്ടിടും. അവിടെ കില്ലറ് ബൈക്ക് കൊണ്ട് ഞങ്ങളുടെ വെപ്പിച്ചിട്ടുണ്ട്. അപ്പം അവിടെ പോയി ബൈക്ക് എടുക്കണം പെരുമ്പാവൂർ. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് ബൈക്ക് എടുത്ത് കില്ലുമോന് കീ ഏൽപ്പിച്ചിട്ട് പൊന്നം. ഈ വണ്ടി മറയാതെ നോക്കണം. അതുപോലെ തന്നെ മേളിലെ ലൈനും പറയൊക്കെ നോക്കണം, അല്ലെങ്കിൽ അതൊക്കെ പൊട്ടിപ്പോവും, പ്രശ്നമാവും. പിന്നെ യാത്ര വിഷയമില്ല. യാത്ര ഞാനായാലും ലൈനും പറയൊക്കെ പൊട്ടിച്ച് പോകുള്ളൂ. ഞാൻ പകല് പൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ പ്രശ്നമാക്കും, ഇടി കിട്ടും. അതുകൊണ്ട് എല്ലാവരും ലൈൻ പൊട്ടിക്കാൻ ഉദ്ദേശിച്ച് പോണവരെല്ലാവരും യാത്ര പൊട്ടിക്കാം. അതൊന്നും പ്രശ്നമില്ല. നമുക്കും പ്രശ്നമില്ല, നാട്ടുകാർക്കും പ്രശ്നമില്ല. നാട്ടുകാർ യാത്ര ഇരുന്ന് ടി വിയും ഇതൊന്നും കാണില്ലല്ലോ. അതെ, നമ്മൊരു ഗുദാമിലെ കാട്ടിലേക്കാണ് പോണത്. പഠിച്ചോനെ നിങ്ങൾ കാത്തോളി എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ് നമ്മ ഇന്നലെ പുലിനെ കണ്ടു. ഇവിടെ ഫോറസ്റ്റില് പുലിനെ കണ്ടു. പിന്നെ ഒട്ടകത്തിനൊക്കെ കണ്ടു ഇന്നലെ. അത് സ്വപ്നത്തിൽ കണ്ടതാണ്. ജിറാഫ്. ഇത് നമ്മളെ നോക്കി വിശിഷ്ട അതിഥി അവിടെ നിൽക്കുന്നുണ്ട്. നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട്. പാവം ലോഡ് ഇറക്കാൻ വേണ്ടി കാത്ത് നിന്നു. മന്ദാര പൂരിയണത് എപ്പോഴാണെന്ന് ഉത്രാളി കാവിനും അറിയില്ല, പട്ടാണി വീട്ടിലും അറിയില്ല, ആർക്കും അറിയില്ല. അപ്പൊ നമ്മുടെ കമ്പനി എത്തിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കമ്പനിയാണ്. പണ്ട് എൻ്റെ കമ്പനിയായിരുന്നു. പിന്നെ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി പപ്പ വിറ്റതാണ്. പക്ഷെ ഞാൻ പഠിച്ചില്ല. ഞാൻ +2 പാസ്സായിട്ട് പിന്നെ യൂറോപ്പിൽ പോകാൻ വേണ്ടി കുറച്ച് കാശ് കളഞ്ഞു ഗൈസ്. അങ്ങനെ കമ്പനി വിറ്റതാണ് അതിന് വേണ്ടി. റബ്ബർ ഇല്ല ഗൈസ്, ബീഡിയും സിഗരറ്റൊന്നും വലിക്കാൻ പാടില്ല. എന്നെ കണ്ടതൊക്കെ വലിക്കണതായിട്ട് തോന്നുന്നു. ഞാൻ അതൊന്നും ഉപയോഗിക്കാത്തൊരാ മനുഷ്യനാണ്. നല്ലവനായ ഉണ്ണിയാണ് ഞാൻ. നല്ലവനായ ഉണ്ണിക്കണ്ണൻ മംഗളുടെ പഠിച്ചു പോയി, 2ാം ക്ലാസ്സിൽ തോറ്റുപോയി. ഇവിടെ വണ്ടി നിർത്താനാണ് നമ്മുടെ പറഞ്ഞു. ഇവിടെ വണ്ടി നിർത്തിയിട്ട് വെയിറ്റ് തൂക്കണം. ഞാൻ 45 കിലോ വരുന്നു, അല്ല 55 കിലോ വരുന്നു. ഇപ്പം എത്രയും നോക്കണം. അങ്ങനെ നിങ്ങൾ വിചാരിക്കും എൻ്റെ വെയിറ്റ് നോക്കാനല്ല, വണ്ടിയുടെ വെയിറ്റ് നോക്കാനാ. 16 കിലോ ഉണ്ട്. അല്ല 16 കിലോ അല്ല, 16 ടൺ ഉണ്ട് ഗൈസ്. 16 ടണ്ണും കൊണ്ട് നമ്മ ഇവിടെ എവിടേക്ക് എടുക്കണ്ടേ? അമ്മയിലേക്കാ? നമ്മുടെ പെട്ടെന്ന് നമ്മുടെ ഒരു അകന്നൊരു കൂട്ടുകാരനല്ല, നമ്മുടെ അടുത്തൊരു കൂട്ടുകാരനാണ്. ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരനാണ് നൗഫൽ കാക്ക. പക്ഷേ നൗഫൽ കാക്ക ഇവിടെ ഇല്ല. അവൻ വേറൊരു ലൈലാൻഡ് ആരെയോ കൈകാലം പിടിച്ചൊരു ലൈലാൻഡ് ലോറി പിടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് കളമശ്ശേരി കിടപ്പുണ്ട്. ലോഡും ആക്കി തരും കളമശ്ശേരി കിടപ്പുണ്ട്. അത് 2 ദിവസം കൂടെ കിടക്കുമെന്ന് തോന്നണേ. വണ്ടിയുടെ ഓണർ വിളിക്കുന്നുണ്ട്. കൊച്ചു മുതലാളിയാണ്, അശ്വിൻ ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഞങ്ങൾ ലോഡൊക്കെ ഇറക്കി കഴിയാറായി. ഇനി കാലി തൂക്കി വണ്ടിയുടെ വാടക മേടിച്ച് തിരിച്ച് വീട്ടിൽ പോവാം. ഇനി കുറച്ച് ദിവസത്തേക്ക് വണ്ടിയിലില്ല, നീ റെസ്റ്റ് എടുക്കണം. ഇനി കുറച്ചാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.